ഇന്ന് നമുക്ക് ടോം ആൻഡ് ജെറി വരച്ചാലോ? നമുക്ക് നമ്മുടെ ആയുധങ്ങൾ എടുക്കാം. ഇന്ന് ഞാൻ കളർ സ്കെച്ചാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും തുടക്കം പെൻസിൽ കൊണ്ട് തന്നെയാണ് ഔട്ട്ലൈൻ വരയ്ക്കുന്നത്. അങ്ങനെ ചെയ്തതാണ് ശീലം. അങ്ങനെ വൈകാതെ തന്നെ വരച്ചു തുടങ്ങി. ടോമിനെ ഏകദേശം വരച്ചു എന്നതായപ്പം ജെറിയിലേക്ക് കടന്നു. അതും അധികം താമസിച്ചില്ല, പെട്ടെന്ന് തന്നെ വരച്ചു തീർക്കാൻ പറ്റി. പിന്നീട് എൻ്റെ ശ്രമങ്ങളെല്ലാം അതിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഷാർപ്പായിട്ട് ഔട്ട്ലൈൻ കൊടുത്തു. പിന്നെ പ്രധാനപ്പെട്ട ആയുധമെടുത്തു, കളർ ക്രയോൺസുകളിൽ ഞാൻ ഡൗട്ട് അടിച്ച് നിന്നു, ഏതാദ്യം എടുക്കണമെന്ന് കരുതി. പിന്നെ ആലോചന കൊടുക്കാതെ നീലയിൽ താഴ്ന്നു, കടും നീലയിൽ തുടങ്ങി, പിന്നെ ഇളം നീലയിലും തുടങ്ങി. ഇളം നീലയിൽ നിന്നും നേരെ പച്ചയിലേക്ക് കടന്നു. പിന്നെ വൈകാതെ ചുവപ്പ് നിറം കൊടുക്കാൻ തുടങ്ങി. നാവിലായതുകൊണ്ട് ഇച്ചിരി പ്രയാസപ്പെട്ട് തന്നെയാണ് ഞാൻ വരച്ചത്. എങ്കിലും ടോമിനെ ഏകദേശം കളർ വരച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും ജെറിക്കും നിറം നൽകി. അങ്ങനെ നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞാൻ ടോം ആൻഡ് ജെറിക്ക് നിറം നൽകി. നമ്മുടെ എല്ലാവരുടെയും കുട്ടിക്കാലത്തെ കോംബോ, പ്രിയപ്പെട്ട കാർട്ടൂൺ കോംബോ ആയിരുന്നു ടോം ആൻഡ് ജെറി. അത് വർഷങ്ങൾക്ക് ശേഷം വരയ്ക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. എന്തായാലും ഇനി മറ്റൊരു ചിത്രമായി വരുന്നതുവരെ ബൈ ഫ്രം സുധി.